ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. ട്രെയിൻ യാത്രകൾക്ക് ഇനി ചിലവേറും. ഡിസംബർ 26 മുതൽ ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നു. 600 കോടി രൂപയുടെ വരുമാന നേട്ടമാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. 2025 ഡിസംബർ 26 മുതൽ ഇന്ത്യൻ റെയിൽവേ പുതിയ നിരക്ക് ഘടന നടപ്പിലാക്കും. ദീർഘയാത്രകൾക്ക് നാമമാത്രമായ വർധനവ് മാത്രമേ ഉണ്ടാവൂ. 215 കിലോമീറ്ററിൽ കൂടുതലുള്ള യാത്രകൾക്ക് യാത്രക്കാർ ഓർഡിനറി ക്ലാസ്സിന് കിലോമീറ്ററിന് 1 പൈസയും മെയിൽ എക്സ്പ്രസ് ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 2 പൈസയും അധികമായി നൽകേണ്ടി വരും. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തൊഴിൽദാതാവ് ഈ മാറ്റത്തിൽ നിന്ന് 600 കോടി രൂപയുടെ വരുമാന നേട്ടം കണക്കാക്കുന്നു. പുതിയ ടിക്കറ്റ് വിൽപ്പന ഘടന പ്രകാരം ഓർഡിനറി ക്ലാസ്സിൽ 215 കിലോമീറ്റർ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കിൽ വർധനവില്ല. അതേസമയം 500 കിലോമീറ്റർ നോൺ AC യാത്രയിൽ യാത്രക്കാർക്ക് 10 രൂപ അധികമായി നൽകേണ്ടി വരും. താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾക്ക് താങ്ങാവുന്ന ടിക്കറ്റ് ചാർജ് നിലനിർത്താൻ സബർബൻ പ്രതിമാസ സീസൺ ടിക്കറ്റുകളുടെ നിരക്ക് റെയിൽവേ വർദ്ധിപ്പിച്ചിട്ടില്ല. ഡിസംബർ 20 പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ മഹാരാഷ്ട്രയിൽ ഫ്ളാഗ്ഷിപ്പ് അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടിയിട്ടുണ്ടെന്നും 100% ഭൂമി ഏറ്റെടുക്കൽ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും റെയിൽവേ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോക കേരള സഭയുടെ 5ാം പതിപ്പ് ജനുവരിയിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ജനുവരി 29-നാണ് ഉദ്ഘാടനം നടക്കുക. ലോക കേരള സഭയുടെ 5ാം പതിപ്പ് 2026 ജനുവരി 29, 30, 31 എന്നീ തീയതികളിലായി നടക്കും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ 29-നാണ് ലോക കേരള സഭ 5ാം പതിപ്പിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം 30, 31 തീയതികളിൽ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് സമ്മേളന പരിപാടികൾ നടക്കുന്നത്. 2ാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്തെ അവസാനത്തെ ലോക കേരള സഭയാണ് ഇത്തവണത്തേത്. നിയമസഭയുടെ ബജറ്റ് സമ്മേളന കാലയളവിലാണ് 3 ദിവസത്തെ ലോക കേരള സഭാ തീയതികൾ നിശ്ചയിച്ചത്. നിയമസഭയ്ക്ക് അവധി നൽകി ലോക കേരള സഭയ്ക്കായി നിയമസഭ വേദിയാകും. 10 കോടിയോളം രൂപയാണ് സമ്മേളനത്തിനായി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നതെന്നാണ് കണക്കുകൾ. ലോക കേരള സഭയ്ക്കെതിരെ പ്രതിപക്ഷം നിരന്തര ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിനിടെയാണ് 5ാം പതിപ്പിന്റെ ഷെഡ്യൂൾ നിശ്ചയിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി സംസ്ഥാന സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം റദ്ദാക്കി. ചെറുവള്ളി എസ്റ്റേറ്റും സമീപ പ്രദേശങ്ങളും ഏറ്റെടുക്കുന്നതിനായി സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങളും അനുബന്ധ റിപ്പോർട്ടുകളും കേരള ഹൈക്കോടതി റദ്ദാക്കി. വിമാനത്താവളത്തിനായി 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നത് അത്യാവശ്യമാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. ഭാവി വികസനത്തിനായി ഇത്രയും ഭൂമി വേണം എന്ന സർക്കാരിന്റെ വാദം കോടതി തള്ളി. അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 2022 ഡിസംബർ 30-നാണ് സംസ്ഥാന സർക്കാർ വിജ്ഞാപനമിറക്കിയത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളങ്ങൾക്ക് പോലും 1200 ഏക്കർ മതിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. എന്തൊക്കെ വികസനമാണ് ഉദ്ദേശിക്കുന്നതെന്നോ അതിന് ഭൂമി എത്ര വേണമെന്നോ റിപ്പോർട്ടുകൾ വ്യക്തമായി പറഞ്ഞിട്ടില്ല. പദ്ധതിക്ക് ആവശ്യമായ ഭൂമിയുടെ കൃത്യമായ അളവ് നിർണ്ണയിക്കാൻ പുതിയ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.